എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഏപ്രിൽ 12, 1988 സ്ഥാപിതമായത്. അതിന്റെ ആസ്ഥാനം മുംബൈ, മഹാരാഷ്ട്ര. മാധവി പുരി കുച്ചാണ് അതിന്റെ ഹെഡ്. സെബിയാണ് മാക്സിമം ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഷെയർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെബിയാണ്. സെബി ഇന്നലത്തെ ഇലക്ഷന്റെ റിസൾട്ടോടുകൂടി ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ന്നു. അദാനി പവർ, അദാനി എന്റർപ്രൈസ്, അദാനി പോർട്ട്, കൊച്ചി ഷിപ്പ്യാർഡ്, SBI എന്നിവരുടെ എല്ലാവിധ ഷെയറുകളും ഇടിഞ്ഞ് താഴ്ന്നു. പഞ്ചാബ് ബാങ്ക് സ്ഥാപിതമായ വർഷം 19 മെയ് 1984. അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. അതിന്റെ MD and CEO അതിൽകുമാർ ഗോയൽ. അതിന്റെ ചെയർമാൻ KG അനന്തകൃഷ്ണൻ. കേദാർ ജാദവ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ്. ദിനേശ് കാർത്തിക് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ജെയിംസ് ആൻഡേഴ്സൺ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്സ് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആണ് ജൂൺ 5. ആഗ്ര ഏത് നദിയുടെ തീരത്താണ്? യമുന. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന. ഇന്നലെ നടന്ന ഇലക്ഷനിൽ BJPക്ക് 240 സീറ്റ് കിട്ടി, INCക്ക് 99, സമാജ്വാദ പാർട്ടിക്ക് 37 സീറ്റ് കിട്ടി. ഇതിൽ ഏറ്റവും നിർണായകമായ ശക്തികളായത് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറുമാണ്. ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമാണ്. ഇവർ രണ്ടുണ്ടെങ്കിൽ BJPക്ക് സഖ്യമുണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവരാണ് ഇന്നലത്തെ കറുത്ത ശക്തികളായി മാറിയത്. കേരളത്തിൽ അതുപോലെ BJPയുടെ അക്കൗണ്ട് തുറന്നു. തൃശൂർ ഞാനിങ് എടുക്കുക. സുരേഷ് ഗോപി തൃശൂരിലെ ആദ്യത്തെ BJPയുടെ പോകുന്ന MP മാറി. സുരേഷ് ഗോപി മലയാള ഫിലിം ആക്ടറായ സുരേഷ് ഗോപിയാണ് തൃശൂരിൽ BJPക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത്. ബ്രാൻഡ് അംബാസഡർ ഓഫ് ഗ്രീൻ ഡേ ന്യൂട്രീഷൻ. അതിന്റെ ബ്രാൻഡ് അംബാസഡർ PV സിന്ധു ആണ് ബ്രാൻഡ് അംബാസഡർ ഓഫ് ന്യൂട്രീഷൻ. ഗ്രീൻ ഡേ ബെറ്റർ ന്യൂട്രീഷൻ ബ്രാൻഡ് അംബാസഡർ PV സിന്ധു. BJPക്ക് ഇന്നലെ കിട്ടിയത് 240 സീറ്റാണ്. INCക്ക് 99